പൊതുവേദിയിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രഖ്യാപനം നടത്തുന്ന പ്രസംഗം വീഡിയോയിൽ ചിത്രീകരിക്കുന്നത് തടഞ്ഞ് കോഴിക്കോട് മണ്ഡലം LDF സ്ഥാനാർത്ഥി എളമരം കരീം തെരഞ്ഞെടുപ്പ് നിരീക്ഷകന്റെ ക്യാമറയിൽ നിന്നും പ്രസംഗം നീക്കം ചെയ്തതായി ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ മന്ത്രിയോടും സ്ഥാനാർത്ഥിയോടും കോഴിക്കോട് ജില്ലാ കളക്ടർ വിശദീകരണം തേടി. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എളമരം കരീം ഉൾപ്പെടെ പങ്കെടുത്ത കായിക സംവാദത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി നടത്തിയ ഈ പ്രഖ്യാപനമാണ് വിവാദമായത്. സർക്കാർ സ്പോർട്സ് മേഖലയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കൊപ്പം സഞ്ചരിക്കാനും ചിന്തിക്കാനും സാധിക്കുന്ന ഒരു MP ആണ് ആവശ്യം. ആ നിലയിൽ കോഴിക്കോടിന്റെ സ്പോർട്സ് വികാസത്തിന് സാധ്യമാകുന്ന പദ്ധതികൾ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങി നമുക്കിവിടെ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്രത്തിന്റെയും യോജിച്ച ഇടപെടൽ കൂടി ഉണ്ടാകുന്ന നിലയിലേക്ക് നമുക്ക് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ മന്ത്രിയുടെ ഈ പ്രഖ്യാപനം ചട്ടലംഘനമാണെന്ന് വേദിയിലിരുന്ന LDF സ്ഥാനാർത്ഥി എളമരം കരീം ഉൾപ്പെടെയുള്ളവർക്ക് ബോധ്യമായി. ഉടനെ പ്രസംഗം ചിത്രീകരിച്ച വീഡിയോഗ്രാഫറെ വേദിക്ക് പിന്നിലേക്ക് സ്ഥാനാർത്ഥി തന്നെ കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ വീഡിയോ തന്നെ നീക്കം ചെയ്തതിന് ശേഷമാണ് മുറിക്ക് പുറത്തേക്ക് വീഡിയോഗ്രാഫറെ പോകാൻ അനുവദിച്ചത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നടപ്പാക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച സംഘത്തിൽപ്പെട്ടയാളാണ് ഈ വീഡിയോഗ്രാഫർ. ഇതാണിപ്പോൾ വിവാദമായത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ മന്ത്രിയുടെ പ്രഖ്യാപനം ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി UDF ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. എന്നാൽ പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ലെന്നും വേദിയിൽ പറഞ്ഞത് പഴയ പ്രഖ്യാപനത്തെക്കുറിച്ചാണെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. അത് നേരത്തെ നിശ്ചയിച്ച കാര്യമല്ലേ. കോഴിക്കോട് ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ നേരത്തെ സ്പോർട്സ് വകുപ്പ് മന്ത്രി പറഞ്ഞതാണ്. ഇതൊരു പുതിയ കാര്യമല്ല, നേരത്തെ തന്നെയുള്ള കാര്യമാണ്. കോഴിക്കോടിനൊരു സന്തോഷകരമായ കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വീഡിയോയിലുണ്ടല്ലോ. അത് ചെയ്ത കാര്യങ്ങൾ പറയുന്നതിൽ എന്താ തെറ്റ്? അതിലെല്ലാവരും സന്തോഷിക്കില്ലേ ചെയ്യുന്നത്. ഇക്കാര്യങ്ങൾ എവിടെയും ഞങ്ങൾക്ക് പറയാവുന്ന കാര്യങ്ങളാണ്, ഇനിയും പറയാലോ. സംഭവത്തിൽ മന്ത്രിയും സ്ഥാനാർത്ഥിയും ഒരാഴ്ചക്കകം വിശദീകരണം നൽകണമെന്നാണ് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്.